എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആർത്തവ സമയത്തുള്ള സ്ത്രീകളുടെ റാഷസിന് ഒരു ഇൻസ്റ്റന്റ് പരിഹാരം ആയുർവേദത്തിലുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ആയുർവേദം എന്നത് ഏത് രോഗാവസ്ഥയ്ക്കും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നതാണ്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പലപ്പോഴും സ്ത്രീകളെ പ്രതിസന്ധിയിലാക്കാറുണ്ട്. എന്നാൽ സ്ത്രീകളിൽ ഉണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ആയുർവേദത്തെ കൂട്ടുപിടിക്കാവുന്നതാണ്. ആർത്തവ സമയം സ്ത്രീകളിൽ വേദന, ശരീരവണ്ണം, മൂഡ് സ്വിങ്സ്, അസ്വസ്ഥത എന്നിവയുണ്ടാകുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ആർത്തവം ഒന്നിലധികം കാരണങ്ങളാൽ പ്രശ്നത്തിലേക്ക് എത്തുന്നുണ്ട്. മാനസികവും വൈകാരികവുമായ അസ്വസ്ഥതകൾ ഇവരിൽ ഈ സമയം ഉണ്ടാകുന്നു. ആർത്തവ സമയത്ത് നാം ഉപയോഗിക്കുന്ന പാഡ് വരെ പലപ്പോഴും പ്രശ്നമുണ്ടാക്കാറുണ്ട്. സ്ത്രീകളിൽ ആർത്തവ സമയത്ത് പാഡ് വെക്കുന്നത് പലപ്പോഴും റാഷസ് പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. എന്താണ് ഇതിന് കാരണം? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഇതിന് പരിഹാരം എന്നൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. അതെ, ആയുർവേദത്തിൽ ഇത്തരം റാഷസിന് പരിഹാരമുണ്ട്. അവ എന്തൊക്കെയാണെന്നും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഇനി പറയാം. ആർത്തവ സമയത്ത് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു ശതമാനം ആളുകളും പലപ്പോഴും റാഷസ് പോലെയുള്ള അവസ്ഥക്ക് ഇരയാവുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ഈ സമയം ഉണ്ടാകുന്ന ഈർപ്പമുള്ള അവസ്ഥകൾ, ചലനം മൂലമുള്ള കർഷണം, ഈർപ്പമുള്ള അടിവസ്ത്രങ്ങൾ എന്നിവയെല്ലാമാണ്. ഇത്തരം അവസ്ഥകൾ ഒരിക്കലും നിസ്സാരമാക്കരുത്. ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ റാഷസിനെയും ശ്രദ്ധിക്കണം. അതുപോലെ പലപ്പോഴും സാനിറ്ററി നാപ്കിൻ്റെ ഉപയോഗം നിങ്ങളിൽ കോണ്ടാക്ട് ഡെർമറ്റൈസിനും കാരണമാകും. ഇത് ചർമ്മത്തിന് ചുവപ്പ്, വീക്കം അല്ലെങ്കിൽ ചൊറിച്ചിൽ എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ ഇത് ആർത്തവ രക്തവും സാനിറ്ററി നാപ്കിനിലെ രാസവസ്തുക്കളും തമ്മിലുണ്ടാവുന്ന പ്രതിപ്രവർത്തനങ്ങളുടെ ഫലമായി നടക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും നിസ്സാരമാക്കരുത്. ഇത് കൂടാതെ ചൂടും ഈർപ്പവും പീരിയഡ് റാഷിന് പിന്നിലെ കാരണങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവയൊന്നുമില്ലാതെ നിങ്ങൾ വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ ആക്റ്റീവായിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഇത്തരം റാഷസിലേക്ക് നിങ്ങളെ എത്തിക്കുന്നുണ്ട്. അതിനായി ഒന്നാമതായി ആര്യവേപ്പ്. ആര്യവേപ്പ് ഏത് രോഗാവസ്ഥയെയും പ്രതിരോധിച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ആയുസ് വർദ്ധിപ്പിക്കുമെന്നതാണ് സത്യം. വേപ്പിൻ്റെ ഇലകളിൽ ഉണ്ടാകുന്ന ആൻറ്റി ഓക്സിഡൻറ്റും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും നിങ്ങളുടെ ആർത്തവ സമയത്തെ റാഷസിനെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു. റാഷസിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് റാഷസ് ഉള്ള ഭാഗത്ത് കഴുകാവുന്നതാണ്. ഇത് നിങ്ങളുടെ റാഷസിനെ ഇല്ലാതാക്കി ആരോഗ്യം നൽകുന്നു. മാത്രവുമല്ല, റാഷസ് മൂലമുണ്ടാകുന്ന പുകച്ചിലിനും പരിഹാരം കാണുന്നതിന് ആര്യവേപ്പ് ഉപയോഗിക്കാം. അടുത്തതായി കറ്റാർവാഴ. കറ്റാർവാഴയും ഇതുപോലെ തന്നെ റാഷസിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. റാഷസ് ഉള്ള സ്ഥലങ്ങളിൽ കറ്റാർവാഴ ജെല്ലെടുത്ത് നല്ലതുപോലെ പുരട്ടുക. ഇത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കഴുകാവുന്നതാണ്. റാഷസ് ഉള്ള സ്ഥലങ്ങളിൽ ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് കറ്റാർവാഴ ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി ചെറുപയർ പൊടി. ചെറുപയർ കേശ സൗന്ദര്യത്തിനും ചർമ്മ പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്. പ്രോട്ടീൻ കലവറയാണ് ചെറുപയർ. ഇത് പൊടിച്ച് അല്പം മഞ്ഞൾ അരച്ചതും മിക്സ് ചെയ്ത് റാഷസ് ഉള്ള സ്ഥലത്ത് തേക്കാവുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം. ഇതിലൂടെ റാഷസിനെ പൂർണ്ണമായി പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് ആർത്തവ സമയത്തുണ്ടാകുന്ന ദുർഗന്ധത്തെ ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. അടുത്തതായി വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ഇത് നിങ്ങൾക്ക് മികച്ച ഗുണമാണ് നൽകുന്നത്. ഇതിലൂടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാണ് ആരോഗ്യം വർദ്ധിപ്പിക്കുന്നത്. പലപ്പോഴും മാജിക് പോലെ പ്രവർത്തിക്കുന്നതാണ് വെളിച്ചെണ്ണ.
ഇത് പുരട്ടുന്നതിലൂടെ അത് ചർമ്മത്തെ വരൾച്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും മോയ്സ്ചറൈസ് ആയി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവക്കൊന്നും പാർശ്വഫലങ്ങളില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ ഗുണങ്ങളും. വെളിച്ചെണ്ണ പുരട്ടി അടുത്ത ദിവസം കുളിക്കുമ്പോൾ കഴുകിക്കളഞ്ഞാൽ മതി. ഇത് നിങ്ങളുടെ ചർമ്മത്തിന് റാഷസിൽ നിന്ന് പരിഹരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.